പല ടൈപ്പ് ഓഫ് ഫിൽറ്ററുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഫിൽറ്റർ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ ക്യാമറയ്ക്ക് അകത്തേക്ക് പോകുന്ന ലൈറ്റിനെയോ അല്ലെങ്കിൽ അതിൻ്റെ കളറിനെയോ കൺട്രോൾ ചെയ്യുകയാണ് മെയിനായിട്ടും ഈ ഫിൽറ്റർ ചെയ്യുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓരോ ഫിൽറ്ററിനും ഓരോ യൂസസ് ആണ്. UV ഫിൽറ്റർ ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഡസ്റ്റിൽ നിന്നും സൺലൈറ്റിൽ നിന്നും സ്ക്രാച്ചിൽ നിന്നും ഒക്കെ ലെൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് UV ഫിൽറ്ററിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ഫിൽറ്റർ ആണ് ND ഫിൽറ്റർ, ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റർ എന്നുള്ളതാണ് ND ഫിൽറ്റർ. ക്യാമറയ്ക്ക് നമ്മളൊരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചാൽ എന്തായിരിക്കും എഫക്ട്, അതാണ് ND ഫിൽറ്ററിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അതിന്റെ പല ഗ്രേഡുകളുണ്ട്, പല ടൈപ്പ് ഓഫ് ND ഫിൽറ്റർ ഉണ്ട്. ഇപ്പം ND2, ND4, ND22, ND1000 അങ്ങനെ പല ഇതുണ്ട്. അതിനൊക്കെ അത് ഓരോന്ന് മാറുന്നതനുസരിച്ച് അതിന്റെ ഡെൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ഫിൽറ്ററുകളാണ് കളർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ കളർ നമ്മുടെ ഇമേജിലേക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് കൊടുക്കണം നമുക്ക്, അതല്ലെങ്കിൽ നമ്മളുള്ള വൈറ്റ് ബാലൻസിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പർപ്പസ് ആണ് ഈ കളർ ഫിൽറ്ററുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സബ്ജക്റ്റിനെ നമ്മളിവിടെ ഫേസ് ചെയ്യുന്നു, അപ്പം ഫേസിൽ നോർമൽ ലൈറ്റിംഗ് തന്നെ ആയിരിക്കും. പക്ഷെ ആ ഒരു സൈഡിൽ നിന്ന് ആ ഹെയറും ബാക്കിയുള്ള, അപ്പം സബ്ജക്റ്റ് ഒരു പേഴ്സൺ ഒരാളിരിക്കുകയാണെങ്കിൽ ആ ഒരു സൈഡ് നമുക്ക് ആ ഒരു കളർ നന്നായിട്ട് ഒരു ഷെയ്ഡിങ്ങനെ കയറി വരും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പല ടൈപ്പ് ഓഫ് കളേഴ്സിൽ നമുക്ക് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. അടുത്തൊരു ഫിൽറ്ററാണ് CPL ഫിൽറ്റർ അഥവാ സർക്കുലർ പോളറൈസിങ് ഫിൽറ്റർ എന്ന് പറയുന്നത്. സപ്പോസ് ഞാനൊരു കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വെയിലത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാറിൻ്റെ ഗ്ലാസ്സിലും ആ കാറിൻ്റെ പെയിൻറ്റ് തിളങ്ങി നിൽക്കുന്ന തിളക്കമുള്ള സർഫസ് ഒക്കെ കുറച്ച് ഷൈനിങ് ആയിരിക്കും. ഓവറായിട്ടുള്ള ഷൈനിങ് സർഫസിലുള്ള ലൈറ്റിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഫിൽറ്ററാണ്. അതിനൊരു സർക്കുലർ റിങ് ഉണ്ടാവും. ആ റിങ് നമ്മളിങ്ങനെ തിരിച്ചിട്ടാണ് നമുക്ക് എന്തുമാത്രം ലൈറ്റ് കുറയ്ക്കണോ അതിനനുസരിച്ച്, നമുക്ക് എന്തുമാത്രം കട്ട് ചെയ്യണോ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളൊരു ഫിൽറ്റർ എന്ന് പറയുന്നതാണ് സ്പെഷ്യൽ എഫക്ട്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്പെഷ്യൽ ഫിൽറ്റേഴ്സാണ്. അതായത് സ്റ്റാർ ഫിൽറ്റർ ഉണ്ട്, ഡിഫ്യൂഷൻ ഫിൽറ്റർ ഉണ്ട്, പ്രിസം ഫിൽറ്റർ ഉണ്ട്, അല്ലെങ്കിൽ കലൈഡോസ്കോപ്പ് ഫിൽറ്റർ എന്നൊക്കെ പറയും. സ്റ്റാർ ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ആ ലൈറ്റ് സോഴ്സിന് ഒരു സ്പാർക്കിൾ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ആ ലൈറ്റ്സ് ഒക്കെ ഒന്ന് തിളങ്ങി നിൽക്കാനായിട്ട് സ്റ്റാർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ദെൻ ഡിഫ്യൂഷൻ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ആ ഒരു ലൈറ്റിനെയും കളറിനെയും ഒന്ന് ഈവനായിട്ട് ഡിഫ്യൂസ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടുന്ന ഒരു ഫിൽറ്ററാണ് ഡിഫ്യൂഷൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രിസം അല്ലെങ്കിൽ കലൈഡോസ്കോപ്പ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതൊരു സ്പെഷ്യൽ എഫക്ട്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്കിങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൻ്റെ ഒരു പല വെറൈറ്റി ഓഫ് ഫിൽറ്റേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ ഉള്ള ഫിൽറ്ററുകൾ. ഇതിൻ്റെ